വായിക്കും തോറും കണ്ണീരണിയാനല്ലാതെ മറ്റൊന്നും പറ്റുന്നില്ല എന്ന് മലയാളികൾ ഓരോരുത്തരും കഴിഞ്ഞ ദിവസം രണ്ടുപേരുടെ മരണവാർത്ത കേട്ട് പറയുന്നു. ആ മകന് ഇനി ആരുണ്ട്? 1.5 വയസ്സുള്ള കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ആകുന്നില്ല എന്ന് നാട്ടുകാരും ബന്ധുക്കളും ഒരുപോലെ പറയുന്നു. ആലങ്ങാടാണ് ഈ സംഭവം. ആലങ്ങാട് നിന്നും വാർത്തകൾ പുറത്തു വരുമ്പോൾ വേദനകൾ മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത്. വാർത്ത വായിച്ചു തീർക്കാനാകുന്നില്ല എന്ന് പറയുന്നു. കണ്ണു നനഞ്ഞു പോവുകയാണ് ആ കാഴ്ചയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ. ആലങ്ങാടാണ് ഈ സംഭവം. അമ്മയ്ക്ക് തൊട്ടു പിന്നാലെ അച്ഛനും യാത്രയായപ്പോൾ അനാഥരായത് പറക്കമുറ്റാത്ത 2 പൊടിക്കുഞ്ഞുങ്ങളാണ്. അതിലേറ്റവും ദുഃഖം 1.5 വയസ്സുകാരന്റെ മുഖം നോക്കുമ്പോഴാണ്. അവനൊന്നും അറിയില്ല. അവന്റെ അച്ഛനും അമ്മയും എവിടെ പോയിരിക്കുകയാണെന്ന് അവൻ അന്വേഷിക്കുകയായിരിക്കും. അമ്മ ഇപ്പോൾ തിരികെ വരുമെന്ന പ്രതീക്ഷയായിരിക്കും അവന് മനസ്സിലുണ്ടാവുക. എന്നാൽ ഒന്നും ചിന്തിക്കാതെ അവൻ നിൽക്കുമ്പോൾ ആ കുഞ്ഞിന്റെയും കുഞ്ഞുമക്കളുടെയും മുഖത്ത് എന്ത് ചെയ്യണമെന്നറിയാതെയാണ് എല്ലാവരും നിൽക്കുന്നത്. ഭാര്യ ആത്മഹത്യ ചെയ്തതിൽ മനം നൊന്ത് ഭർത്താവ് പിന്നാലെ തൂങ്ങി മരിച്ചതോടെ അമ്മിഞ്ഞപ്പാലിന്റെ മാധുര്യം മാറാത്ത പ്രായത്തിൽ 2 കുട്ടികളും അനാഥരായി പോയി. ആലങ്ങാട് കൊങ്ങേർപ്പള്ളി ശാസ്താംപടിക്കൽ വീട്ടിൽ മരിയ റോസും ഭർത്താവ് ഇമാനുവലുമാണ് മരിച്ചത്. മരിയയ്ക്ക് 21 വയസ്സായിരുന്നു. ഭർത്താവ് ഇമാനുവലിന് 29 വയസ്സും. അച്ഛന്റെയും അമ്മയുടെയും മൃതദേഹം വീട്ടുമുറ്റത്ത് എത്തിച്ചപ്പോൾ ഒരിറ്റ് മുലപ്പാലിനായി അകത്തെ മുറിയിൽ കടന്ന് കരയുകയായിരുന്നു ഏറ്റവും ഇളയ കുഞ്ഞു പൈതൽ. അച്ഛനും അമ്മയ്ക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ വിഷമത്തിൽ ബന്ധുവിന്റെ തോളിൽ ചരിഞ്ഞു കിടക്കുകയായിരുന്നു ആദ്യ മകൻ 1.5 വയസ്സുകാരൻ. ശനിയാഴ്ച വൈകിട്ടാണ് മരിയ വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. ഇത് കണ്ട ഉടനെ തന്നെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇമാനുവൽ മഞ്ഞുമല്ലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മരിയയെ എത്തിച്ചു. മരിയ രക്ഷപ്പെടുമെന്ന് ഇമാനുവലിന് നല്ല വിശ്വാസമായിരുന്നു. അതുകൊണ്ടായിരിക്കാം മരിയയെ അവിടെ അഡ്മിറ്റാക്കി കഴിഞ്ഞ് ഇമാനുവൽ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്നത്. എന്നാൽ പിന്നീട് അറിഞ്ഞത് മരിയയുടെ മരണവാർത്തയായിരുന്നു. അത് ഇമാനുവലിനെ ആകെ തകർത്തി എന്ന് വേണം പറയാൻ. ശനിയാഴ്ച വൈകിട്ടാണ് മരിയ വീടിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെങ്കിൽ ഇതിനു പിന്നാലെ സ്വകാര്യ ആശുപത്രിയിലെ എക്സ്റേ റൂമിൽ കയറി ഇമാനുവലും തൂങ്ങി മരിക്കുകയായിരുന്നു. അന്ന് തന്നെ, അതായത് ആശുപത്രിയിൽ എത്തിച്ച അന്ന് തന്നെയാണ് മരിയ മരിച്ചത്. രാത്രി 10:30 മരിയ മരണത്തിന് കീഴടങ്ങി. ഇതറിഞ്ഞ ആ യുവാവ് അപ്പോൾ തന്നെ ആ സ്വകാര്യ ആശുപത്രിയുടെ എക്സ്റേ മുറിയിൽ കയറുകയും അവിടെ തന്നെ തൂങ്ങി മരിക്കുകയും ചെയ്തു. പക്ഷെ പുലർച്ചെ 4 മണിയോടെയായിരുന്നു അവിടെയുള്ള ജീവനക്കാർ ആശുപത്രിയിൽ ഇമാനുവലിനെ കണ്ടെത്തിയത്. കണ്ടയുടനെ ജീവനക്കാർ അത്യാഹിത വിഭാഗത്തിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരിയയുടെ മരണത്തിൽ മനം നൊന്ത് തന്നെയാണ് ഇമാനുവലിന്റെ ആത്മഹത്യ എന്ന് എല്ലാവർക്കും അറിയാം. അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഇമാനുവലിനായിരുന്നു. മുളവുക്കാട് സ്വദേശിയായ ഇമാനുവലിന് ഇന്റീരിയർ ഡെക്കറേഷൻ ജോലിയായിരുന്നു. കൊങ്ങേർപ്പള്ളി പഴമ്പിള്ളി ചുള്ളിക്കാട് വീട്ടിൽ ബെന്നിയുടെ മകളാണ് മരിയ. വിവാഹശേഷമാണ് ഇവർ കൊങ്ങേർപ്പള്ളിയിലേക്ക് താമസത്തിലെത്തിയത്. ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ട് നിൽക്കാൻ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നും മിണ്ടാത്ത 1.5 വയസ്സുകാരനും വാവിട്ട് നിലവിളിക്കുന്ന പിഞ്ചു കുഞ്ഞും. ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന തന്നെയാണ് ഇപ്പോൾ. എന്നാൽ മരിയയ്ക്കും ഇമാനുവലിനും എങ്ങനെയാണ് യാത്ര അയക്കേണ്ടതെന്നറിയാതെ വിറങ്ങലടിച്ചു നിൽക്കുകയാണ് ബന്ധുക്കൾ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.